രാജ്യത്തെ മാധ്യമങ്ങളിൽ ഭൂരിപക്ഷവും മോദി ഗവൺമെന്റിന്റെ പ്രചാരണ ആയുധങ്ങളായി മാറിയെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ എൻ റാം. സിപിഎം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി സംഘടിപ്പിച്ച 4ാം തൂണിന് ക്ഷതമേൽക്കുമ്പോൾ എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാധ്യമ സ്ഥാപനമായ ന്യൂസ് ക്ലിക്കിനെയും സ്ഥാപകൻ എഡിറ്റർ ഇൻ ചീഫുമായ പ്രബീർ പുർഖസ്തെയും ഏതു വിധത്തിലാണ് ഡൽഹി പോലീസും അധികാര കേന്ദ്രങ്ങളും വേട്ടയാടിയെന്നത് രാജ്യം കണ്ടുവെന്ന് എൻ റാം ചൂണ്ടിക്കാട്ടി. അതേസമയം സോഷ്യൽ മീഡിയ വന്നതോടെ എല്ലാത്തിനെയും ഒറ്റയടിക്ക് അടിച്ചമർത്താൻ കഴിയാത്ത അവസ്ഥയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 4ാം തൂണിന് ക്ഷതമേൽക്കണം എന്നാഗ്രഹിക്കുന്നവരിൽ അധികാര രാഷ്ട്രീയ കേന്ദ്രങ്ങളുണ്ടെന്ന് മലയാള മനോരമ എഡിറ്റോറിയൽ ഡയറക്ടർ ജോസ് പനച്ചിപ്പുറം പറഞ്ഞു. അപൂർണ വാർത്തകൾ നൽകിയും വാർത്തകളെ അദൃശ്യവൽക്കരിച്ചും മാധ്യമങ്ങൾ തന്നെയാണ് വിശ്വാസ്യത ഇല്ലാതാക്കുന്നതെന്ന് മാധ്യമം ജോയിന്റ് എഡിറ്റർ നൌഷാദ് പറഞ്ഞു. ജനാധിപത്യത്തിലെ നിർണായക ശക്തിയല്ല, ജനാധിപത്യം തന്നെയാണ് മാധ്യമങ്ങളെന്ന് മാതൃഭൂമി കൊല്ലം ബ്യൂറോ ചീഫ് ജി സജിത് കുമാർ അഭിപ്രായപ്പെട്ടു. വികസനത്തെക്കാൾ വിവാദമാണ് വേണ്ടതെന്ന കാഴ്ചപ്പാടാണ് മാധ്യമങ്ങളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടാൻ ഇടയാക്കുന്നതെന്ന് കേരള കൗമുദി അസോസിയേറ്റ് എഡിറ്റർ വി എസ് രാജേഷ് പറഞ്ഞു. സേവനമെന്നത് മാറ്റിവെച്ച മാധ്യമങ്ങൾ ബിസിനസ് ആരംഭിച്ചതോടെയാണ് 4ാം തൂണിന് ക്ഷതമേറ്റതെന്ന് ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ പി ബി പരമേശ്വരനും പറഞ്ഞു. സ്വലേമാറി മാപ്രകളെന്ന ആക്ഷേപകരമായ വിളി കേൾക്കുന്ന കാലത്താണ് നമ്മൾ ഈ സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു പറഞ്ഞു. നിക്ഷിപ്ത താൽപര്യക്കാരായ ഭരണകൂടങ്ങളും ക്രിമിനൽ വൽകൃത മാഫിയകളും മാധ്യമപ്രവർത്തകരെ കടന്നാക്രമണം നടത്തുന്ന കാലമാണിതെന്ന് സെമിനാറിന്റെ മോഡറേറ്ററായിരുന്ന CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയും പറഞ്ഞു. കൈരളി ന്യൂസ്, കൊല്ലം.